കട തുടങ്ങിയിട്ട് ഞാൻ 2 തവണ കടയിൽ ബോട്ടിക്കറി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. എൻ്റെ ബോട്ടിക്കറി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് പിന്നെയും ചോദിച്ചത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, 3-ാമത്തെ പ്രാവശ്യം ബോട്ടിയൊക്കെ മേടിച്ച് 3 കിലോ ബോട്ടി ഞാൻ വെറുതെ കളയേണ്ടി വന്നു. ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമില്ല കേട്ടോ, ബോട്ടി കൊള്ളൂലായിരുന്നു, അതുകൊണ്ടിട്ടായിരുന്നേ. അപ്പം ഇപ്പം ഇന്ന് നല്ല ബോട്ടി കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ച്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞപ്പൊടിയും പിന്നെ അതേപോലെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിരുമ്മിയിട്ട് ഞാൻ വേവിക്കാൻ വെച്ചു കൊടുത്ത്. അതവിടെ നിന്ന് വേഗൻ്റെ ഇടയിലേ നമുക്ക് തേങ്ങ വറുത്തെടുക്കണ്ടേ. തേങ്ങ ഒരു വലിയ തേങ്ങയുടെ അരമുറിയുണ്ട് എടുത്തേങ്ങ. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പെരിഞ്ചീരവും കറിവേപ്പില ഇട്ട് കൊടുത്ത് ഈ ഒരു പരുവമാകുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, അധികമൊന്നും ഒഴിച്ചൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും അതേപോലെ അയമോദകം ഉണ്ട്. ചില ആൾക്കാർക്ക് ഗ്യാസ് വയറുവേദനയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒഴിവാക്കാനാണ് അയമോദകം ചേർത്ത് കൊടുത്തേക്കണ. മഞ്ഞപ്പൊടി മുളക് പൊടിനെക്കാട്ടെ 1 ടേബിൾ സ്പൂണ് കൂടുതലാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തേക്കണേ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം മൂപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയ്യോ പ്രധാനപ്പെട്ട കാര്യം വേറെ നല്ല കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. മൂപ്പിച്ചല്ല, വറുത്തെടുത്ത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാണ്ട് എടുക്കണം, അരച്ചല്ല. ആ ഒരു ചട്ടിയിലേക്ക് തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 2 സവാളയും കൂടി അരിഞ്ഞ് ഇതേപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ പൊടിച്ച ഒരു തേങ്ങയുടെ മിക്സില്ലേ അതിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടാ. അപ്പോഴാണ് ചേർത്തത് ബീഫ് മസാല ചേർത്തില്ലല്ലാന്ന്, കുറച്ച് ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത്. ബോട്ടിക്കറിക്ക് സാധാരണ എല്ലാവരും തേങ്ങ അരച്ചെടുക്കാണ് പതിവ്. അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം തൊടാണ്ട് അരക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ വെള്ളം തൊടാണ്ട് അരക്കുമ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഇതാവുമ്പോൾ വെളിച്ചെണ്ണ ഇച്ചിരിക്കുള്ള ഒഴിച്ചല്ലേ ഞാൻ തേങ്ങ വറുത്തത്. അപ്പം പൊടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ അധികം ആകൂല. ബോട്ടിക്കാണെങ്കിൽ നല്ല നെയ്യുണ്ട്. ഞാൻ നോക്കിയിട്ട് നല്ലതെന്ന് തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. താങ്ക് യു.